Hi friends, Assalamu alaikum. Welcome back to my channel THAHI'S Bake World. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ലൊരു സ്നിക്കേഴ്സ് പുഡിങ്ങാണ് ഇവിടെ തയ്യാറാക്കുന്നത്. സ്നിക്കേഴ്സ് ഒന്നും ഇല്ലാതെ തന്നെ സ്നിക്കേഴ്സിൻ്റെ രുചിയിൽ ഒരു അടിപൊളി പുഡിങ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് പീനട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. വറുത്തെടുത്തിട്ടുള്ള കടലൊക്കെയാണ്. അത് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് പുഡിംഗ് ഒരു 4 ലെയറായിട്ടാണ് ചെയ്യുന്നത്. ആദ്യത്തെ ലെയറിനുള്ള ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. ഇതിൽ ആദ്യത്തെ ലെയറായിട്ട് ബിസ്ക്കറ്റ് ലെയറാണ് കൊടുക്കുന്നത്. അപ്പം അതിനായിട്ട് കുറച്ച് ഓറിയോ ബിസ്ക്കറ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ബിസ്ക്കറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇത് ഏകദേശം ഒരു 250 ഗ്രാമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെടുക്കുന്ന പുഡിംഗ് ബോളിൻ്റെയൊക്കെ വലുപ്പത്തിനനുസരിച്ച് ബിസ്ക്കറ്റിൻ്റെ അളവിലൊക്കെ മാറ്റം വരുത്താം. ഇനി ഇതിലേക്ക് ഒരു 100 ഗ്രാം മെൽറ്റഡ് ബട്ടർ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള പുഡിംഗ് ബോളിലേക്ക് ഇട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് സ്പാച്ചിൽ വെച്ച് നന്നായിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഫ്രിഡ്ജിൽ ഒരു 1-2 മണിക്കൂറൊന്ന് വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ലെയറിനുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് ജലാറ്റിൻ എടുത്തൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാനിവിടെ 10 ഗ്രാമിൻ്റെ ഇതുപോലുള്ള ഒരു പാക്കറ്റ് ജലാറ്റിനാണ് എടുത്തിട്ടുള്ളത്. അതൊരു കപ്പിലേക്ക് ഇട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് നോർമൽ വാട്ടർ എടുത്ത് അത് ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം ഇതൊന്ന് അവിടെ സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. ഇപ്പോൾ ജലാറ്റിനൊക്കെ നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. ഇതിനി ഒന്ന് ഡബിൾ ബോയിൽ ചെയ്ത് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ജലാറ്റിൻ മെൽറ്റ് ചെയ്യാനായിട്ട് അവിടെ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. 180 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. ഫിലാഡൽഫിയൻ്റെ ക്രീം ചീസാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് ഹോം മെയ്ഡായിട്ട് ചെയ്യുന്ന ക്രീം ചീസ് എടുത്താലും മതി. ഹോം മെയ്ഡായിട്ട് നമുക്ക് കുറച്ച് പാലുണ്ടെങ്കിൽ തന്നെ വളരെ പെട്ടെന്ന് ക്രീം ചീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഒരു 1/2 കപ്പ് പീനട്ട് ബട്ടർ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ക്രഞ്ചി പീനട്ട് ബട്ടറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അങ്ങനെ അതാകുമ്പം നമുക്ക് അതിൽ കുറച്ച് കടിക്കാനായിട്ട് പീനട്ടൊക്കെ അതിൻ്റെ പീസസൊക്കെ ഉണ്ടാവും. അതൊരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ടോഫിയാണ്. ഇത് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ടോഫിയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒരു 1/2 ടിൻ എടുക്കുന്നുണ്ട്. നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് കൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ടോഫി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. അത് ഒരു 1.5 കപ്പോളം എടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ വീണ്ടും ഒരു 1/2 കപ്പ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു 1.5 കപ്പ് വരെ വിപ്പിംഗ് ക്രീം എടുക്കുക. അതുകൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പം എല്ലാം കൂടി ബീറ്റ് ചെയ്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ സമയത്ത് മധുരം നോക്കാം. അപ്പോൾ മധുരം ഇനിയും കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ ടോഫിയാണല്ലോ ഒഴിച്ചിട്ടുള്ളത്. അപ്പം മധുരത്തിന് വേണ്ടിയിട്ട് നോർമൽ കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിട്ടുള്ള ജലാറ്റിൻ ഉണ്ടല്ലോ അതുകൂടി ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഫ്രിഡ്ജിൽ സെറ്റ് ആകാൻ വെച്ചിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെ ലെയർ എടുത്ത് അതിലേക്ക് നമ്മൾ ഇപ്പോൾ ബീറ്റ് ചെയ്തിട്ടുള്ള ആ ക്രീം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒരുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പുഡിങ്ങിൻ്റെ സെക്കൻഡ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ക്ലിംഗ് റാപ്പ് ചെയ്തിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് സമയം ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ജലാറ്റിൻ
ആഡ് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിൽ വെച്ച് നമുക്കിത് സെറ്റായി കിട്ടും. അതിനുശേഷം നമുക്ക് തേർഡ് ലെയർ ചെയ്യാം. അതൊന്ന് സെറ്റായി വരുമ്പോഴേക്ക് നമുക്ക് അടുത്ത ലെയറിനുള്ള കാര്യങ്ങൾ റെഡിയാക്കി വെക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള പീനട്ടിലേക്ക് ഒരു ടിന്ന് നെസ്ലെ ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ടോഫി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ബട്ടർ സ്കോച്ച് എസൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് യാതൊരു നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ കുറച്ചൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ കുറച്ചൊന്ന് കളറും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ആഡ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അത് വേണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. ഇനി ഫ്രിഡ്ജിൽ സെറ്റാകാൻ വെച്ചിട്ടുള്ള പുഡിംഗ് എടുത്ത് അതിന് മുകളിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള പീനട്ട് ടോഫി ലെയറിങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പുഡിങ്ങിൻ്റെ 3ാമത്തെ ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് ലാസ്റ്റ് ലെയർ ആയിട്ടുള്ള ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് 1/4 കപ്പ് ചോക്ലേറ്റ്, കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അതുകൂടി ഇട്ടിട്ട് തയ്യാറാക്കിയിട്ടുള്ള ചോക്ലേറ്റ് ഗണാഷാണ്. അതൊന്ന് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് സെറ്റ് ചെയ്യാൻ വെക്കുന്നതിന് മുന്നേ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡെക്കറേഷൻസ് ഒക്കെ കൊടുക്കാം. അതായത് പുഡിംഗ് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ നേരത്തെ സെക്കൻഡ് ലെയറായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ക്രീം ഉണ്ടല്ലോ, അതൊന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ഡെക്കറേഷൻ ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പീനട്ട് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും നല്ലൊരു സ്നിക്കേഴ്സൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് നമുക്ക് ഈ പുഡിംഗ് കഴിക്കാൻ പറ്റും. അപ്പം പുഡിംഗ് ഫ്രിഡ്ജിലൊക്കെ വെച്ച് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇപ്പം ജെലാറ്റിൻ ആഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ കുറച്ചൊരു ക്രീമി ടൈപ്പ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. ക്രീമി ടൈപ്പായിട്ടുള്ള പുഡിംഗാണ് വേണ്ടതെങ്കിൽ ജെലാറ്റിൻ ആഡ് ചെയ്യാതെ ഉണ്ടാക്കാം. അപ്പോൾ ഇത് സ്നിക്കേഴ്സ് ഒന്നും ഇല്ലാതെ തന്നെ സ്നിക്കേഴ്സിൻ്റെ അതേ ടേസ്റ്റിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഒരു അടിപൊളി പുഡിംഗാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തന്നെ കമൻസ് ആയിട്ട് തന്നെ അറിയിക്കാം. ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ, താങ്ക് യു.